ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസ് പ്രതീക്ഷിച്ച പ്രകടനമല്ല കാഴ്ചവെക്കുന്നത്. 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുള്ള ലക്നൗ 7ാം സ്ഥാനത്താണ്. ശേഷിക്കുന്ന 2 മത്സരങ്ങളും ജയിച്ച് ലക്നൗ പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇതിനിടെ ലക്നൗ ആരാധകർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ടീമിനുള്ളിലുണ്ടായി. ടീം ഉടമ സഞ്ജീവ് ഗോയങ്കെ ടീം ക്യാപ്റ്റനായ KL രാഹുലിനെ പരസ്യമായി ശാസിക്കുന്നത് വലിയ വിമർശനമായി മാറി. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മത്സരത്തിൽ 10 വിക്കറ്റിന് ലക്നൗ തോറ്റതിന് പിന്നാലെയാണ് ടീം ഉടമ രാഹുലിനോട് കയർത്തത്. രാഹുൽ ഇന്ത്യയുടെ സീനിയർ താരവും വലിയ ആരാധക പിന്തുണയുള്ള ബാറ്ററുമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജീവ് ഗോയങ്കെ പരസ്യമായി ശാസിച്ചത് വലിയ ചർച്ചയായി മാറി. ടീമുടമ രാഹുലിനെ അപമാനിക്കുന്നതാണ് കണ്ടത്. ഡ്രസ്സിംഗ് റൂമിൽ നടക്കേണ്ട സംഭവമാണ് മൈതാനത്ത് നടന്നത്. ടീമുടമയുടെ പെരുമാറ്റത്തിൽ രാഹുൽ അതൃപ്തിയുണ്ടെന്നും വ്യക്തമാണ്. രാഹുൽ ഈ സീസണോടെ ലക്നൗ വിടുമെന്ന റിപ്പോർട്ടുകളും സജീവമാണ്. രാഹുലിന്റെ കൂടുമാറ്റം എങ്ങോട്ടമാകുമെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസിലേക്കോ RCBയിലേക്കോ ആകും രാഹുൽ പോകുകയെന്ന് ആദ്യം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പുതിയ വിവരം അനുസരിച്ച് രാഹുലിന്റെ കൂടുമാറ്റം നടക്കുക ചെന്നൈ സൂപ്പർ കിങ്സിലേക്കായിരിക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഈ സീസണോടെ MS ധോണി പടിയിറങ്ങുമെന്ന് ഉറപ്പാണ്. ഈ സ്ഥാനത്തേക്ക് വിക്കറ്റ് കീപ്പർ ആവാൻ സാധിക്കുന്ന ഇന്ത്യൻ താരം എത്തിയാൽ ടീമിനത് വലിയ സന്തോഷമാകും. അതുകൊണ്ട് തന്നെ രാഹുൽ ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലെന്ന് പറയാം. രാഹുലിനെ പോലെ സ്ലോ ബാറ്റിങ്ങിന്റെ പേരിൽ ഏറെ വിമർശനം നേരിടുന്നവർക്ക് ഏറ്റവും മികച്ച ടീം CSK ആണ്. മോശം ഫോമിലുള്ള താരങ്ങളെ പോലും അത്ഭുതകരമായ പ്രകടനത്തിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള ടീമാണ് CSK. അവസാന സീസണിൽ അജിൻക്യ രഹാനെ പ്രകടനവും ശിവം ദുബെയുടെ പ്രകടനവുമെല്ലാം CSK മാജിക് തന്നെയാണ്. രാഹുലിന്റെ ശൈലി ആദ്യ പന്ത് മുതൽ കടന്നാക്രമിക്കുന്നതല്ല, പതിയെ തുടങ്ങി പിന്നീട് ആക്രമണത്തിലേക്ക് ഗിയർ മാറ്റുന്നതാണ് രാഹുലിന്റെ ശൈലി. ഇത് ഒട്ടുമിക്ക ടീമുകളും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എന്നാൽ CSK ഇത്തരമൊരു ശൈലിയെ തള്ളിപ്പറയുന്നവരുമല്ല. വ്യക്തമായ പദ്ധതികളോടുകൂടെ കളിക്കുന്ന ടീമാണ് CSK. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ടീമിന് വലിയ ശ്രദ്ധയുമുണ്ട്. ഇത് രാഹുലിന് യോജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ CSKയിലേക്ക് കൂടുമാറ്റം നടത്താൻ സാധ്യതകളും കൂടുതലാണ്. MS ധോണി പോലെ ഇതിഹാസ താരം പടിയിറങ്ങുമ്പോൾ CSKയിൽ വലിയ വിടവുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഈ വിടവ് നികത്താൻ രാഹുലിന് സാധിക്കുക പ്രയാസമാണെങ്കിലും നിലവിൽ CSKയ്ക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് രാഹുൽ. ഈ സീസണിൽ രാഹുലിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഓപ്പണറായി ഇറങ്ങി പവർ പ്ലേയിൽ മെല്ലെപ്പോക്ക് ടീമിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും രാഹുൽ പവർ പ്ലേയിൽ മെല്ലെപ്പോക്കാണ് നടത്തിയത്. 80 റൺസിൽ താഴെ സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം പവർ പ്ലേയിൽ ബാറ്റ് ചെയ്തത്. ഇതാണ് ടീം ഉടമയെ പ്രകോപിപ്പിച്ചത്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായത് മാറിയിരുന്നു. സജീവ് ഗോയങ്കയ്ക്കെതിരെ മുൻ താരങ്ങളും രംഗത്തെത്തി. ടീമുടമ എന്ന നിലയിൽ ക്യാപ്റ്റനോട് വൈകാരികമായി പെരുമാറുമ്പോൾ സാഹചര്യവും സമ്മർദ്ദവും നോക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. കൂടുതൽ പേരും രാഹുലിന് പിന്തുണയുമായി രംഗത്ത് വന്നു.